Hello students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ഇതായിരുന്നു. If FG are two linear mappings from vector space V to vector space W of dimensions m and n respectively, then with respect to a first order, then the matrix representation of F plus G is same as matrix of F plus matrix of G, and matrix of lambda F is same as lambda into matrix of F with respect to a fixed ordered basis of V and W. Okay. ദെൻ ലാസ്റ്റ് ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, രണ്ട് ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ആ ക്വസ്റ്റ്യൻസ് ചില ഡൗട്ട് ചോദിച്ചതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോകാം. ക്വസ്റ്റ്യൻ 7.3 ക്വസ്റ്റ്യൻ നമ്പർ 7.3 പറഞ്ഞതായിരുന്നു. ഇഫ് എഫ് ഈസ് എ ലീനിയർ മാപ്പിംഗ്, ഈവൻ എഫ് ഈസ് എ ലീനിയർ മാപ്പിംഗ് ഫ്രം R3 to R3 defined by f of xy is equal to 2x plus z, comma y minus x, comma y minus x plus z, comma 3z. ഇതായിരുന്നു ലീനിയർ മാപ്പിംഗ് തന്നിരിക്കുന്നത്. 2x plus z, y minus x plus z, comma 3z. Determine the matrix of f with respect to the ordered basis given by 3 tuple 1 minus 1 0 1 0 minus 1 then 1 0 0. So this is a ordered basis given. So with respect to this given ordered basis, find the matrix of f, find mat f. അതാണ് ചോദിച്ചിരുന്നത്. Find mat f with respect to this basis of R3. അപ്പോൾ R3യുടെ ഒരു ബേസിസ് ആണ് തന്നിരിക്കുന്നത്. 3 tuple 1 minus 1 0 1 0 minus 1 1 0 0. This is an ordered basis of R3. സോ ജസ്റ്റ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം ഇത് R3യുടെ ബേസ് ആണെന്നുള്ളത്. ജസ്റ്റ് വെരിഫൈ ചെയ്യാം. R3 ഡയമെൻഷൻ 3 ആണ്. അതുകൊണ്ട് തന്നെ 3 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ സെറ്റ് R3യുടെ ബേസ് ആയിട്ട് മാറും. ജസ്റ്റ് നിങ്ങൾ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ അത് ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ ഒരു മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഇതിൽ ബേസ്ഡ് ആണെന്ന് നമ്മൾ ചോദിക്കുന്നില്ല എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 1 minus 1 0 എന്ന് പറയുന്ന ഫസ്റ്റ് റോയും 1 0 minus 1 എന്നുള്ള സെക്കൻഡ് റോയും 1 0 0 എന്നുള്ള തേർഡ് റോയുമായിട്ട് എടുത്തൊരു മെട്രിക്സ് ഫോം ചെയ്യുക. സോ 3/3 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. സോ റാങ്ക് 3 ആണെങ്കിൽ നമുക്ക് പറയാം ഈ 3 റോസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ 3 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അതിൻ്റെ ബേസ് ആയിട്ട് മാറുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്ന് പറയുന്ന R3യുടെ ബേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. നമുക്കിവിടെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ബേസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചോദിച്ചിരുന്നതാണ് ഇത് ഈ ബേസിസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മെട്രിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിതുവരെ നാച്ചുറൽ ഓർഡേഡ് ബേസ് വെച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞത് മാത്രം. ഇവിടെ നാച്ചുറൽ ഓർഡേഡ് ബേസ് അല്ല തന്നിരിക്കുന്നത്, R3യുടെ മറ്റൊരു ബേസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബേസ് വെച്ചുള്ള മെട്രിക്സ് ഓഫ് എഫ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ R3യിൽ നിന്നും R3യിലേക്കാണ്. അപ്പം സെയിം ബേസ് തന്നെയാണ്. R3 സെയിം വെക്ടർ സ്പേസ് ആണെങ്കിലും സെയിം ബേസ് കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് ബേസ് വെക്ടർ എന്ന് പറയുന്നത് 1 minus 1 0 ആണ്. സോ വി കൺസിഡർ എഫ് ഓഫ് ഇമേജ് ഓഫ് 1 minus 1 0 under f. So f of x y z is given. So 1 minus 1 0 substitute ചെയ്യുമ്പോൾ we get that is equal to x equal to 1, y equal to minus 1, z equal to 0. So we get that is equal to 2 comma then minus 1 0. So minus 1 minus 1, that is 2 minus 2 then 0. So we get f of 1 minus 1 0 is 2 minus 2 0. Then ഈ 2 minus 2 0 എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, 2 minus 2 0 സെക്കൻഡ് വെക്ടർ സ്പേസ് അത് R3 തന്നെയാണ്. അതിൻ്റെ ബേസിസും തന്നിട്ടുണ്ട്. ഈ സെയിം ബേസിസ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ R3യുടെ ബേസിസ്. സോ 2 minus 2 0 ഈ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. സപ്പോസ് നമുക്കിതിനെ സം സ്കേലാർ A1 ഇൻറ്റു 1 minus 1 0 പ്ലസ് A2 ഇൻറ്റു 1 0 minus 1 പ്ലസ് A3 ഇൻറ്റു 1 0 0 എന്ന് പറയുന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് A1ഉം A2ഉം A3 എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ റോസും എക്സിൻ്റെ കറസ്പോണ്ടിങ് റോയും ഫോം ചെയ്യുക അല്ലേ. സോ സ്കേലാർസ് A1 A2 A3 കണ്ടുപിടിക്കണം. സോ ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 3 ഇക്വേഷൻസ് ഫോം ചെയ്യാം കമ്പാരിസണിലൂടെ. സോ വി ഗെറ്റ് A1 പ്ലസ് A2 പ്ലസ് A3 ഈക്വൽ ടു 2 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ദെൻ സെക്കൻഡ് ഇക്വേഷൻ വരിക മൈനസ് A1 ഈക്വൽ ടു -2 എന്ന് കിട്ടും. ദെൻ തേർഡ് ഇക്വേഷൻ വരിക
തേർഡ് ഇക്വേഷൻ -a2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് a1ൻ്റെയും a2ൻ്റെയും a3യുടെയും വാല്യൂ പറയാൻ പറ്റും. സോ കറസ്പോണ്ടിങ് സ്കെയിലാർസ് a1, a2, a3 കണ്ടുപിടിക്കാം. ദെൻ അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ബേസിസ് വെക്ടർ ഇതേപോലെ നിങ്ങൾ സെക്കൻഡ് ബേസിസ് വെക്ടറിൽ എഴുതുക. സോ f(1, 0, -1) എഴുതുക. ഈ ഒരു ഡെഫിനിഷനിലൂടെ അത് നിങ്ങൾ ഒരു 3 ട്യൂപ്പിൾ കിട്ടും. ആ 3 ട്യൂപ്പിളിനെ വീണ്ടും ഇതേ രീതിയിൽ 1, -1, 0യുടെയും 1, 0, -1ൻ്റെയും 1, 0, 0യുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് സ്കെയിലാർസ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് f(1, 0, 0) കണ്ടുപിടിക്കുക. അവിടെയും f(1, 0, 0) എന്ന് പറയുന്ന 3 ട്യൂപ്പിളിനെ 1, -1, 0യുടെയും 1, 0, -1ൻ്റെയും 1, 0, 0യുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ആ കറസ്പോണ്ടിങ് സ്കെയിലാർസ് കണ്ടുപിടിക്കുക. ദെൻ ആ സ്കെയിലാർസ് യൂസ് ചെയ്തുകൊണ്ട് എക്സ് ഫോം ചെയ്യുക. ദെൻ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ദെൻ വി ഗെറ്റ് മാറ്റഫ്. ജസ്റ്റ് ഇതെന്ന് പറഞ്ഞത് മാത്രം, കാരണം നമ്മൾ നാച്ചുറൽ ഓർഡേഡ് ബേസ് വെച്ചുള്ള പ്രോബ്ലംസ് മാത്രമേ ഇത് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ R3യുടെ മറ്റൊരു ബേസ് തന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ രീതിയിൽ സ്കെയിലാർസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആ കറസ്പോണ്ടിങ് സിംപ്ലിഫിക്കേഷനിലൂടെ ഇത്തരത്തിൽ ഈ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ a1, a2, a3 എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചു 7.4, ക്വസ്റ്റ്യൻ നമ്പർ 7.4. അവിടെയും R3യിൽ നിന്നും R3യിലേക്കുള്ള ലീനിയർ മാപ്പിംഗ് ആണ് തന്നിരിക്കുന്നത്. കൃത്യമായിട്ട് അവിടെ മാപ്പിംഗ് എന്താണെന്ന് പറയുന്നില്ല, മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നില്ല. പകരം f(1, 0, 0) എന്താണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് 2, 3, -2. f(1, 1, 0) എന്താണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് 4, 1, 4. പിന്നെ f(1, 1, 1) എന്താണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് 5, 1, -7. ഇപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് ഈ 3 ഇമേജ് വാല്യൂസ് തന്നിട്ടുണ്ട്. 1, 0, 0യുടെയും 1, 1, 0യുടെയും 1, 1, 1ൻ്റെ ഇമേജ് വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് മാറ്റഫ് റിലേറ്റീവ് ടു ദ നാച്ചുറൽ ഓർഡേഡ് ബേസ് ഓഫ് R3. R3യുടെ നാച്ചുറൽ ഓർഡേഡ് ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് R3യുടെ നാച്ചുറൽ ഓർഡേഡ് ബേസ് ഏതായിരുന്നു? 1, 0, 0, 0, 1, 0, 0, 0, 1. അപ്പോൾ ഈ നാച്ചുറൽ ഓർഡേഡ് ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നാച്ചുറൽ ഓർഡേഡ് ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റഫ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ R3യിൽ R3യിലേക്ക് തന്നെയാണ്. സോ R3യുടെ നാച്ചുറൽ ഓർഡേഡ് ബേസ് ആണ് കൺസിഡർ ചെയ്യുക. സോ നാച്ചുറൽ ഓർഡേഡ് ബേസിൻ്റെ ഇമേജ് വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. f(1, 0, 0) എന്താണെന്ന് നമുക്കറിയണം. ദെൻ f(0, 1, 0) എന്താണെന്ന് അറിയണം. ദെൻ f(0, 0, 1) എന്താണെന്ന് അറിയണം. അല്ലേ, അതാണ് നമുക്ക് വേണ്ടത്. തന്നിരിക്കുന്നത് f(1, 0, 0) തന്നിട്ടുണ്ട്. f(1, 1, 0) ആണ് തന്നിരിക്കുന്നത്. f(1, 1, 1) ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് f(1, 0, 0) അത് തന്നിട്ടുണ്ട്. f(1, 0, 0) ഈസ് 2, 3, -2. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? f(1, 0, 0) 2, 3, -2 എന്ന് കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? നാച്ചുറൽ ഓർഡേഡ് ബേസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ R3യിലും R3യിലേക്ക് തന്നെയാണ്. സോ നാച്ചുറൽ ഓർഡേഡ് ബേസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് തന്നെ 2, 3, -2നെ എക്സ്പ്രസ് ചെയ്യാം. അതെങ്ങനെ എഴുതാം? 2, 3, -2നെ നമുക്ക് 2 × 1, 0, 0 + 3 × 0, 1, 0 -2 × 0, 0, 1 എന്ന് എഴുതാം. സോ സ്കെയിലാർസ് ആർ 2, 3, -2. അത് എളുപ്പമാണ്. ദെൻ f(0, 1, 0) കണ്ടുപിടിക്കണം അടുത്തായിട്ട്. സോ f(0, 1, 0) കണ്ടുപിടിക്കാനായിട്ട് 0, 1, 0 അത് നമുക്ക് തന്നിട്ടില്ല. സോ 0, 1, 0 നമുക്ക് എങ്ങനെ എഴുതാം? 0, 1, 0 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1, 1, 0 - 1, 0, 0 എന്ന് എഴുതാം. ശരിയല്ലേ? സോ 1, - 1, 0, 1, - 0, 1, 0, - 0, 0. സോ ദാറ്റ് ഈസ് സെയിം ആസ് 0, 1, 0. ഇങ്ങനെ എഴുതാമല്ലോ. ദെൻ therefore f(0, 1, 0) ഇതാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു f(1, 1, 0 - 1, 0, 0 എഴുതാമല്ലോ. f(1, 1, 0 - 1, 0, 0) or we can write this as f(1, 1, 0 + -1, 0, 0 എന്ന് എഴുതാം. ശരിയാണല്ലോ, ഇങ്ങനെ എഴുതാമല്ലോ. ഇനി എഫ് ലീനിയർ ആയതുകൊണ്ട് തന്നെ f(x + y) നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ലീനിയർ ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. f(x + y) f(x + f(y) എന്ന് എഴുതാം. സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? f(1, 1, 0 + f(-1, 0, 0) എന്ന് എഴുതാം. ശരിയല്ലേ? f(x + f(y) അപ്ലൈ ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ f(1, 1, 0 + f(-1, 1, 0, -1, 0, 0) എന്ന് എഴുതാം. ഇനി വീണ്ടും എഫ് ലീനിയർ ആയതുകൊണ്ട് തന്നെ f(λ × x) നമുക്ക് λ × f(x) എന്ന് എഴുതാമെന്ന് പഠിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു
എഫ് ഓഫ് 110, then എഫ് ഓഫ് ഇത് മൈനസ് ഓഫ് 100 എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു 100 എന്നല്ലേ. സോ സ്കെയിലാർ ലാംഡ ഹിയർ ലാംഡ ഈസ് -1. സോ എഫ് ഓഫ് ലാംഡ എക്സിനെ ലാംഡ ഇൻറ്റു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ലാംഡ ഇൻറ്റു എഫ് ഓഫ് ലാംഡ എക്സിനെ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഹിയർ ലാംഡ ഈസ് -1. സോ ദിസ് ബിക്കം യൂസിങ് ദ ലീനിയാരിറ്റി കണ്ടീഷൻ ഓഫ് എഫ്, ദിസ് ബിക്കം -1 ഇൻറ്റു എഫ് ഓഫ് 100 എന്ന് എഴുതാം. ശരിയാണല്ലോ. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തു, ലീനിയാരിറ്റി ഓഫ് എഫ് യൂസ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എഫ് ഓഫ് 110 തന്നിട്ടുണ്ട്, എഫ് ഓഫ് 110 തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ഗിവൺ എഫ് ഓഫ് 110 is given, that is 414. Then f of 100 is given, that is 23 minus 2. So substitute ചെയ്യാം. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 tuple കിട്ടും. ദെൻ ആ 3 tupleനെ വീണ്ടും നമ്മൾ നാച്ചുറൽ ഓർഡേഡ് ബേസിസിനായ 100യുടെയും 010യുടെയും 001ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യും. പോസിബിൾ ആണല്ലോ. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് എന്താ വേണ്ടത്, എഫ് ഓഫ് 001 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 010 കിട്ടി, ഇതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് 010 ഇവിടെ കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്ക് എഫ് ഓഫ് 001 കണ്ടുപിടിക്കണം. അതും ഇതേപോലെ നമുക്ക് ചെയ്യാം. തന്നിരിക്കുന്ന ഈ 3 tuples യൂസ് ചെയ്തുകൊണ്ട് എഫ് 001നെ എങ്ങനെ എഴുതാം. 001നെ വി ക്യാൻ റൈറ്റ് 001 ഈസ് ഈക്വൽ ടു 111 മൈനസ് 110 എന്ന് എഴുതാമല്ലോ. 111 മൈനസ് 1100 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലീനിയാരിറ്റി ഓഫ് എഫ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് we get f of 001 equal to f of 111 minus or plus minus 110 എന്ന് വരും. ശരിയല്ലേ? ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്ന് എഴുതാം. സോ ദാറ്റ് സിൻസ് എഫ് ഈസ് ലീനിയർ, സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈക്വൽ ടു എഫ് ഓഫ് 111 പ്ലസ് എഫ് ഓഫ് മൈനസ് 110 എന്ന് വരും. അഗെയിൻ f of lambda x is same as lambda into f of x. Here lambda is -1, so that is equal to f of 111 minus 1 into f of 110. So f of 111 തന്നിട്ടുണ്ട്, that is given. f of 110 നമുക്കറിയാം. സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3 tuple കിട്ടും. അഗെയിൻ ആ 3 tupleനെ നാച്ചുറൽ ഓർഡേഡ് ബേസ് ആയ 100യുടെയും 010യുടെയും 001ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ദെൻ അതിൽ നിന്ന് നമുക്ക് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ പോസിബിൾ ആണ്. ക്ലിയർ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട് ഉണ്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത് ആൻസർ ഉൾപ്പെടെ നിങ്ങൾക്ക് ആ ഹിൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുണ്ട്, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളതിനെ പറ്റി. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ മറ്റൊരു അടുത്ത സെക്ഷനിൽ so next we consider a note. Let V and W be vector spaces of dimension m and n respectively. So V is a vector space of m dimension, V is an m dimensional vector space, and W is an n dimensional vector space of same scalar field f. So both are vector spaces of the same scalar field f, of the same scalar field capital F. Then we use a representation that is linear, lin m comma n v w. This represents the set of all linear mappings from the m-dimensional vector space V to the n-dimensional vector space W. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് m ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വിയിൽ നിന്നും n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഡബ്ല്യുവിലേക്കുള്ള എല്ലാ ലീനിയർ മാപ്പിംഗ്സിൻ്റെയും കളക്ഷൻ, ആ സെറ്റാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം ദ m ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ടു ദ n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് W. സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം ദ m ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് V ടു ദ n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് W. അങ്ങനെയുള്ള എല്ലാ ലീനിയർ മാപ്പിംഗ്സിൻ്റെയും കളക്ഷൻ, അത്തരത്തിലുള്ള എല്ലാ ലീനിയർ മാപ്പിംഗ്സിൻ്റെയും കളക്ഷനാണ് ഏത് ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം V ടു W, ഈ ഒരു റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് set of all linear mappings from V to W
forms a vector space with respect to the addition given by, suppose given by f plus g of x is equal to f of x plus g of x for all x element of capital V, and a scalar multiplication defined as lambda f of x. കൃത്യമായിട്ട് എഴുതണം ഈ രീതിയിൽ തന്നെ. ലാംഡ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ലാംഡ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി ആൻഡ് ഫോർ ഓൾ സ്കേലാർസ് ലാംഡ ബിലോങ്സ് ടു എഫ്. where f g belongs to, where f comma g belongs to this collection, that is f and g are two linear mappings from m dimensional vector space to n dimensional vector space. Okay, right. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ അഡീഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നും. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ലാംഡ ഇൻറ്റു എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ലാംഡ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സുമാണ്. അങ്ങനെയാണെങ്കിൽ with respect to these two operations, with respect to the vector addition and with respect to this scalar multiplication, ഈ കളക്ഷൻ ഓഫ് ലീനിയർ മാപ്പിംഗ്സ് എന്ന് പറയുന്നത്, ഈ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. നമുക്കറിയാം വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ആ പറഞ്ഞ വെക്ടർ സ്പേസ് ആകണമെന്നുണ്ടെങ്കിൽ ആ ഒരു 10 പ്രോപ്പർട്ടീസ്, ആദ്യത്തെ 5 പ്രോപ്പർട്ടീസ് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം അണ്ടർ അഡീഷൻ, ദെൻ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനുമായി റിലേറ്റ് ചെയ്തുള്ള 5 പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരു 10 പ്രോപ്പർട്ടീസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം ആ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ തന്നിരിക്കുന്ന കളക്ഷൻ, അതായത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം എം ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ടു എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഡബ്ല്യു എന്ന് പറയുന്ന ആ ഒരു കളക്ഷൻ വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു ദിസ് വെക്ടർ അഡീഷൻ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഈ 2 ഓപ്പറേഷൻസ് അനുസരിച്ച് ഈ കളക്ഷൻ ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ജസ്റ്റ് വെരിഫൈ ചെയ്യുക. ഇപ്പം വെരിഫിക്കേഷൻ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ വെരിഫൈ ചെയ്യുകയാണ്, വെക്ടർ സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്യുകയാണ് ആ ഒരു കളക്ഷൻ, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം വി ടു ഡബ്ല്യു. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇതായിരുന്നു, ക്ലോഷർ അണ്ടർ അഡീഷൻ, അതായത് ഈ സെറ്റ് ഓഫ് ഓൾ ലീനിയർ മാപ്പിംഗ്സ് ഫ്രം വി ടു ഡബ്ല്യു, ഈ കളക്ഷനിൽ 2 എലമെൻറ്റ് എഫ് ജി എന്ന് പറയുന്ന 2 എലമെൻറ്റ് ഈ ഒരു കളക്ഷൻ ചൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എഫ് ഈസ് എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു, ജി ഈസ് ഓൾസോ എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് കാണിക്കണം, അണ്ടർ അഡീഷൻ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം, എഫ് പ്ലസ് ജി എന്ന് പറയുന്ന എലമെൻറ്റും എവിടെയുണ്ടെന്ന് കാണിക്കണം. സോ വി നീഡ് ടു പ്രൂവ് ദാറ്റ് എഫ് പ്ലസ് ജി ബിലോങ്സ് ടു ദിസ് കളക്ഷൻ, ദാറ്റ് ഈസ് എഫ് പ്ലസ് ജി ഈസ് ഓൾസോ എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ഈസ് ഓൾസോ എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു എന്ന് കാണിക്കണം അല്ലേ. അതായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ, വെക്ടർ സ്പേസ് ആണല്ലോ ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ലീനിയർ മാപ്പിംഗ് ആണെന്ന് കാണിക്കണം, എഫ് പ്ലസ് ജി ലീനിയർ മാപ്പിംഗ് ആണെന്ന് കാണിക്കണം. സോ എഫ് പ്ലസ് ജി ലീനിയർ ആണെന്നുണ്ടെങ്കിൽ ലീനിയാരിറ്റി കണ്ടീഷൻ നമുക്കറിയാം, ഇതൊക്കെ കാണിക്കണം. എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താ കാണിക്കണം, ഈ സെയിം ആസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എഫ് പ്ലസ് ജി ഓഫ് വൈ ആണെന്ന് കാണിക്കണം. പിന്നെ അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു ലീനിയാരിറ്റിക്ക്, എഫ് പ്ലസ് ജി ഓഫ് ലാംഡ എക്സ് എന്താണെന്ന് കാണിക്കണം, ഈ സെയിം ആസ് ലാംഡ ഇൻറ്റു എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് കാണിക്കണം. സോ എഫ് പ്ലസ് ജി ലീനിയർ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം, എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് വൈ, ഹിയർ എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വി, എക്സ് കോമ വൈ ബിലോങ്സ് ടു ദ വെക്ടർ സ്പേസ് വി. ഓക്കെ, സോ first we consider f plus g of x plus y. Okay, so നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടനുസരിച്ച് വെക്ടർ അഡീഷൻ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, എഫ് പ്ലസ് ജി ഓഫ് എക്സ് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് വൈ എങ്ങനെ വരും, ദിസ് ഈസ് അവർ ഡെഫിനേഷൻ. വെക്ടർ അഡീഷൻ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് വൈ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു, by this definition that is equal to f of x plus y plus g of x plus y എന്ന് വരും. ശരിയല്ല, by this definition that is equal to f of x plus y plus g of x plus y എന്ന് കിട്ടും. ക്ലിയർ? ആൻഡ് that is equal to f of x plus y എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, f of x plus y സിൻസ് f ലീനിയർ ആണെന്ന് പറയുന്നുണ്ട്, f എന്ന് പറയുന്നത് f ഉം g ഉം ലീനിയർ മാപ്പിംഗ് ആണ് ഫ്രം v to w. സിൻസ് f ഈസ് ലീനിയർ, f of x plus y നമുക്ക് എങ്ങനെ എഴുതാം,
linearity of f, that is equal to f of x plus f of y, since f is linear, and also g is linear, so g of x plus y become g of x plus g of y, right? And that is equal to, so that is equal to f of x plus g of x plus f of y plus g of y, right? Then f of x plus g of x in again, we can write f of x plus g of x is equal to f plus g of x in, we can write that is equal to f plus g of x, right? Because by the definition of vector addition, f plus g of x is same as f of x plus g of x. Similarly, f of y plus g of y നമുക്ക് എങ്ങനെ എഴുതാം? f plus g of y. By the definition of vector addition, we can write this is equal to f plus g of y. So f plus g of x plus y is same as f plus g of x plus f plus g of y. Okay, that is a linearity condition. That is the first linearity condition. So we get the first condition of linearity. F plus g of x plus y is same as f plus g of x plus f plus g of y. Then second condition, next we prove the second condition of linearity for f plus g. So we consider f plus g of lambda x. Okay, so we consider f plus g of lambda 1x. We consider f plus g of lambda 1x. കാരണം ഓൾറെഡി നമ്മളിവിടെ മറ്റൊരു ലാംഡ നമ്മൾ വേറെ ചൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ ലാംഡ 1 ഇവിടെ യൂസ് ചെയ്തത്. സോ വി കൺസിഡർ എഫ് പ്ലസ് ജി ഓഫ് ലാംഡ 1x. സോ എന്ത് വരും? എഫ് പ്ലസ് ജി ഓഫ് ലാംഡ 1x. നമുക്ക് എന്ത് കാണിക്കണം? എഫ് പ്ലസ് ജി ഓഫ് ലാംഡ 1x എന്ന് പറയുന്നത് ലാംഡ 1 ഇൻറ്റു എഫ് പ്ലസ് ജി ഓഫ് എക്സ് ആണെന്ന് കാണിക്കുന്നത് അല്ലേ? സെക്കൻഡ് കണ്ടീഷൻ ഓഫ് ലീനിയാരിറ്റി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി. So by the definition, f plus g of lambda f of lambda x നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യിക്കുന്നത്? f of lambda x സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് f of lambda x നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ലാംഡ ഇൻറ്റു f of x ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ f plus g of lambda 1x എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ 1 ഇൻറ്റു f plus g of x എന്ന് വരും. ശരിയാണല്ലോ? ലാംഡ 1 ഇൻറ്റു f plus g of x എന്ന് വരും. ഓക്കെ, അതിലേക്ക് നമുക്ക് പോകണ്ട, അതിൽ നമുക്ക് എളുപ്പം. സോ എഫ് പ്ലസ് ജി ഓഫ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഇത് യൂസ് ആണ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്, വെക്ടർ അഡീഷൻ. സോ അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് ലാംഡ 1x എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ 1x പ്ലസ് ജി ഓഫ് ലാംഡ 1x വരും. ശരിയാണല്ലോ? ബൈ ദിസ് ഡെഫിനിഷൻ, ബൈ ദിസ് വെക്ടർ അഡീഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ എക്സ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എഫ് ഓഫ് ലാംഡ എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് ലാംഡ 1x എന്ത് വരും? എഫ് ഓഫ് ലാംഡ 1x ബിക്കം ലാംഡ 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. സിമിലർലി ജി ഓഫ് ലാംഡ 1x, സിൻസ് എഫ് ആൻഡ് ജി ആർ ലീനിയർ, സോ since f is linear, that's right. f linear ആയതുകൊണ്ട് since f is linear, f of lambda 1x നമുക്ക് എങ്ങനെ എഴുതാം? ലീനിയാരിറ്റി കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ലീനിയാരിറ്റി ചുറ്റും f of lambda 1x എന്ന് പറയുന്നത് lambda 1 into f of x ആണ്. since g is also linear, g of lambda 1x നമുക്ക് എങ്ങനെ എഴുതാം? lambda 1 into g of x എന്ന് എഴുതാം. കറക്റ്റ് ആണല്ലോ? lambda 1 into g of x. okay, so that is equal to lambda 1 is a scalar. So we can write that is equal to lambda 1 into f of x plus g of x, right? Lambda 1 into f of x plus g of x. Okay, and that is equal to lambda 1 into f of x plus g of x in f of x plus g of x we can write that is equal to f plus g of x. So we get lambda 1 into f plus g of x. So we prove that f plus g of lambda 1x is same as lambda 1 into f plus g of x. So അതായിരുന്നു ലീനിയാരിറ്റി കണ്ടീഷൻ അല്ലേ? സെക്കൻഡ് ലീനിയാരിറ്റി കണ്ടീഷൻ. സോ ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ വെരിഫൈ ചെയ്തു. therefore നമുക്ക് എന്ത് പറയാം? f plus g is linear. therefore f plus g is linear from v to w, is a linear mapping from v to w. therefore f plus g എവിടെ ഉണ്ടായിരിക്കും? belongs to that collection. so f plus g belongs to set of all linear mappings from
v2w, right? So f plus g belongs to this collection. അപ്പോൾ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി വെരിഫൈ ചെയ്തു. വെക്ടർ അഡീഷൻ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എഫും ജിയും ഈ ഒരു കളക്ഷൻ ഉണ്ടെങ്കിൽ എഫ് പ്ലസ് ജി എന്ന് പറയുന്നതും ഇവിടെ തന്നെ ഉണ്ടെന്ന് കിട്ടി, ഈ സെറ്റിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? സോ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ വെരിഫൈ ചെയ്തു. വെക്ടർ സ്പേസ് ആണ് ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് അടുത്തായിട്ട് നെക്സ്റ്റ് വി കൺസിഡർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാം. അതായത് എഫ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഈ ഒരു കളക്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എവറി സ്കേലാർ ലാംഡ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് എവിടെയുണ്ടെന്ന് കാണിക്കണം, ഈ ഒരു സെറ്റിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കും. സോ ലാംഡ ഇൻറ്റു എഫ് എന്ന് പറയുന്നതും ഒരു ലീനിയർ മാപ്പിംഗ് ആണെന്ന് കാണിക്കണം ഫ്രം വി ടു ഡബ്ല്യു. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ, അതായത് സിക്സ്ത് പ്രോപ്പർട്ടിയാണ്. ക്ലോഷർ പ്രോപ്പർട്ടീസ് ഒരുമിച്ച് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അതുകൂടെ നമുക്കിവിടെ പറഞ്ഞു പോകാം. ഓക്കെ, വെക്ടർ സ്പേസ് ആവണം അടുത്ത കണ്ടീഷൻ. ക്ലോസ്ഡ് ആയിരിക്കണം അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യണം. സോ എഫ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു എഫ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണണം ഈ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പിംഗ് ആണെന്ന് കാണിക്കണം ഫ്രം വി ടു ഡബ്ല്യു. സോ ലാംഡ ഇൻറ്റു എഫ് ലീനിയർ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്താണെന്ന് കാണിക്കണം, ഈ സെയിം ആസ് ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ എഫ് ഓഫ് വൈ ആണെന്ന് കാണിക്കണം. അതേപോലെ തന്നെ ലാംഡ എഫ് ഓഫ് സ്കേലാർ ലാംഡ 1x എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്താണെന്ന് കാണിക്കണം, ദാറ്റ് ഈസ് സെയിം ആസ് സ്കേലാർ ലാംഡ 1 ഇൻറ്റു ലാംഡ എഫ് ഓഫ് എക്സ് ആണെന്ന് കാണിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് വെരിഫൈ ചെയ്യണം. ലാംഡ എഫ് ലീനിയർ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതാണ് അടുത്തായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ കൺസിഡർ ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. സോ ബൈ ദ വെക്ടർ അഡീഷൻ we can write lambda f of x plus y is same as lambda okay. So by the scalar multiplication given that lambda f of x is given, വെക്ടർ അഡീഷനും പറയുന്നത് സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമില്ല. സോ സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ലാംഡ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ നമുക്ക് എങ്ങനെ എഴുതാം, ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം, റൈറ്റ്? ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. വെക്ടർ അഡീഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വെക്ടർ അഡീഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതായിരുന്നു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് വൈ. ഓക്കെ, ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സിന് അഗെയിൻ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സിന് എങ്ങനെ എഴുതാം, ബൈ ദിസ് കണ്ടീഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ ദ ഗിവൺ സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് സെയിം ആസ് ലാംഡ എഫ് ഓഫ് എക്സ്, ലാംഡ ഇൻറ്റു എഫ് ഓഫ് വൈ ഈസ് സെയിം ആസ് ലാംഡ എഫ് ഓഫ് വൈ. that is equal to lambda f of x plus lambda f of y. Lambda f of x plus lambda f of y നമുക്ക് ഇങ്ങനെ എഴുതാം, we can write okay, that is given. സോ അതായത് നമുക്ക് വേണ്ടത് ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ നമുക്ക് എന്താണെന്ന് കിട്ടി, ഈ സെയിം ആസ് ലാംഡ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ എഫ് ഓഫ് വൈ എന്ന് കിട്ടി. സോ ലീനിയാരിറ്റി കണ്ടീഷൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ വെരിഫൈ ചെയ്തു. ലീനിയാരിറ്റി മാപ്പിംഗ് ആവുന്ന ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ വെരിഫൈ ചെയ്തു. ദെൻ അടുത്തത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെരിഫൈ ചെയ്യും. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ. സോ ഫോർ ദാറ്റ് വി കൺസിഡർ lambda f of lambda 1x. We consider lambda f of lambda 1x, and that is equal to, by this scalar multiplication, that is equal to lambda into f of lambda 1x, and that is equal to lambda into, since f is linear, f of lambda 1x നമുക്ക് എങ്ങനെ എഴുതാം, lambda 1 into f of x എന്ന് എഴുതാം, since f is linear. That is equal to lambda 1 into lambda 1 and lambda are scalars. So lambda 1 into lambda into f of x എന്ന് എഴുതാം. That is equal to lambda 1 into f of x നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം, lambda f of x എന്ന് എഴുതാം. So lambda 1 into lambda f of x എന്ന് കിട്ടും. So therefore lambda f of lambda 1x is same as lambda 1 into lambda f of x എന്ന് കിട്ടി. So second condition നമ്മൾ വെരിഫൈ ചെയ്തു. ലീനിയാരിറ്റിയുടെ സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ വെരിഫൈ ചെയ്തു. Therefore lambda f is a linear mapping. Lambda f from v to w is also linear mapping. Therefore lambda f എവിടെയാണെന്ന് കിട്ടി. Therefore lambda f also belongs to this collection, belongs to linear mapping from v to w. Therefore lambda f belongs to this collection. Okay, ഇനി ഇതേപോലെ ബാക്കി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ബാക്കി നമ്മൾ 10 പ്രോപ്പർട്ടീസ് നമ്മൾ 2 വെരിഫൈ ചെയ്തു. വെക്ടർ സ്പേസ് ആകാനുള്ളത് ക്ലോഷർ പ്രോപ്പർട്ടീസ് അണ്ടർ അഡീഷനും അണ്ടർ സ്കലാർ മൾട്ടിപ്ലിക്കേഷനും. ഇതേപോലെ ബാക്കി ഒരു 8 പ്രോപ്പർട്ടീസ് കൂടെ നമുക്ക് വെരിഫൈ ചെയ്യാനുണ്ട്.
അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യുമ്പോൾ ആദ്യത്തെ അടുത്തൊരു പ്രോപ്പർട്ടി നമ്പർ 2 ഇതായിരുന്നു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ. അതായത് എഫും ജിയും നമ്മൾ കളക്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എഫ് ഈസ് എ ലീനിയർ മാപ്പിംഗ്, ജി ഈസ് എ ലീനിയർ മാപ്പിംഗ് from V to W. That is, if you choose FG belongs to this collection, this set. So F and G set രണ്ട് എലമെൻ്റ് ആണ്. ദാറ്റ് ഇസ് എഫ് ഈസ് എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു, ജി ഈസ് എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു. അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ പ്രോപ്പർട്ടി, അടുത്ത സെക്കൻഡ് കണ്ടീഷൻ പ്രോപ്പർട്ടി നമ്പർ 2 നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതാണ്. എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ജി പ്ലസ് എഫ് എന്ന് പറയുന്നത് സെയിം ആണെന്നാണ് കാണിക്കേണ്ടത്. അതായത് ഈ രണ്ട് ഫംഗ്ഷനും സെയിം ആണെന്ന് കാണിക്കണം അല്ലേ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എഫ് പ്ലസ് ജി സെയിം ആസ് ജി പ്ലസ് എഫ് എന്ന് പറയാം. എഫ് പ്ലസ് ജി സെയിം ആസ് ജി പ്ലസ് എഫ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫംഗ്ഷനാണ്. എഫ് പ്ലസ് ജി ഈസ് എ ഫംഗ്ഷൻ, ജി പ്ലസ് എഫ് ഈസ് അനദർ ഫംഗ്ഷൻ. സോ ഇത് രണ്ടും സെയിം ആണെന്ന് കാണിക്കേണ്ടത് നമുക്ക് എന്താ കാണിക്കേണ്ടത്? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് കാണിക്കണം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് വി അല്ലേ. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. സോ ഫോർ ദാറ്റ് വി കൺസിഡർ എഫ് പ്ലസ് ജി ഓഫ് എക്സ്. സോ എഫ് പ്ലസ് ജി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? So for that we consider f plus g of x by the definition of factor addition, that is equal to f of x plus g of x, right? So f of x plus g of x, so we can write this is equal to g of x plus f of x, g of x plus f of x, and that is equal to g plus f of x. G of x plus f of x is g plus f of x. So we get this is true for all x element of v. So we get f plus g of x is same as g plus f of x for all x element of v. Therefore we get this two function f plus g is same as g plus f. So that is condition number 2. Second condition ആണ്. Okay, commutative property. Then associative property. Associative നമ്മൾ 3 element choose ചെയ്യുക. f, g, h belongs to that collection. That is f, g, h are linear mappings from v to w. അങ്ങനെയാണ് നമുക്ക് എന്താ കാണിക്കേണ്ടത് അവിടെ നമുക്ക് കാണിക്കേണ്ടത് എഫ് പ്ലസ് ജി പ്ലസ് എച്ച് എന്ന് പറയുന്നു എഫ് പ്ലസ് ജി പ്ലസ് എച്ച് എന്ന് പറയുന്ന ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണെന്ന് കാണിക്കണം. സോ ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്താ കാണിക്കേണ്ടത്? വി നീഡ് ടു പ്രൂവ് ദാറ്റ് എഫ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നു എഫ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നു സെയിം ആണെന്ന് കാണിക്കണം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് വി. അപ്പോൾ ഇതാണ് കാണിക്കേണ്ടത്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഈക്വൽ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫോർ ദാറ്റ് വി കൺസിഡർ എഫ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ് ആൻഡ് ദിസ് ഇസ് ഓഫ് ദ ഫോം one first a linear mapping plus another linear mapping form. F plus g is we consider f plus g is a single linear mapping plus another linear mapping form ആണ്. Okay, plus another linear mapping form. So f plus g of x നെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? f of x plus g of x ആണ്. So f plus g plus h of x നെ എങ്ങനെ എഴുതാം? f plus g of x plus h of x എന്ന് എഴുതാം. f plus g of x plus h of x എന്ന് എഴുതാം, റൈറ്റ്. സോ f plus g of x ഇങ്ങനെ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ചെയ്യാം. f plus g of x നെ we can write that is equal to f of x plus g of x എന്ന് എഴുതാം. f of x plus g of x plus h of x എന്ന് എഴുതാം. സോ അതിനെ നമുക്ക് വീണ്ടും ഗ്രൂപ്പ് ചെയ്യാം. സോ ലാസ്റ്റ് f of x we can write that is equal to f of x plus g of x plus h of x എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. f of x plus g of x plus h of x എന്ന് ഗ്രൂപ്പ് ചെയ്യാം. that is equal to f of x plus g of x plus h of x നെ നമുക്ക് എങ്ങനെ എഴുതാം? we can write g of x plus h of x നെ we can write that is equal to g plus h of x എന്ന് എഴുതാം. so f of x plus g plus h of x എന്ന് എഴുതാം. so we get that is equal to f of x plus g plus h of x. f of x plus g plus h of x നെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? we can write that is equal to f plus g plus h of x എന്ന് എഴുതാം, അല്ലേ? this is same as this f plus g plus h of x. okay, so we get f plus g plus h of x is same as f plus g plus h of x for all x element of v. Therefore we get these two functions are equal. That is associative property satisfy ചെയ്യുന്നുണ്ട് under addition. okay, then next ഇവിടുത്തെ സീറോ ഫംഗ്ഷൻ, ഇവിടെ സീറോ വെക്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ സീറോ ഫംഗ്ഷൻ ആണ്. സീറോ ഫംഗ്ഷൻ ഈസ് ദ സീറോ വെക്ടർ. ദാറ്റ് ഈസ് ഓൾസോ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യു. സീറോ ഫംഗ്ഷൻ ഈസ് ലീനിയർ മാപ്പിംഗ്. ലീനിയർ മാപ്പിംഗിന് എക്സാമ്പിൾ ആണ് സീറോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ലീനിയർ മാപ്പിംഗ്. സോ ക്ലിയർലി സീറോ ഫംഗ്ഷൻ എവിടെയുണ്ട്? ഈ കളക്ഷൻ്റെ എലമെൻറ്റ് തന്നെയാണ്. വെക്ടർ സ്പേസ് വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള സീറോ ഫംഗ്ഷൻ എടുത്താൽ മതി. സോ ക്ലിയർലി ദാറ്റ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ.
So that is a zero vector. Here zero function is the identity element or zero vector. Okay. Then additive inverse. ഇവിടുത്തെ additive inverse എന്ന് പറയുന്നത് എഫ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എഫ് ആയി എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൈനസ് എഫ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യൂ. മൈനസ് എഫ് ഈസ് ഓൾസോ ബിലോങ്സ് ടു ദാറ്റ് കളക്ഷൻ. സെറ്റിൽ ഉണ്ടായിരിക്കണം, അഡിറ്റീവ് ഇൻവേഴ്സ് ആ കളക്ഷനിൽ തന്നെ ഉണ്ടായിരിക്കണം. സോ മൈനസ് എഫ് ലീനിയർ മാപ്പിംഗ് ആണെങ്കിൽ മൈനസ് എഫ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യൂ. മൈനസ് എഫ് ഈസ് ഓൾസോ എ ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യൂ. സച്ച് ദാറ്റ് എഫ് പ്ലസ് മൈനസ് എഫ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് പ്ലസ് മൈനസ് എഫ് എടുക്കുമ്പോൾ നമുക്ക് വി ഗെറ്റ് ദ സീറോ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇവിടെ എഫ് ഓഫ് എക്സ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. തെറ്റാണ്, നിങ്ങൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണം. ഫോർ എഫ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് അല്ല, ഫോർ എഫ് ബിലോങ്സ് ടു ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യൂ ദർ എക്സിസ്റ്റ് മൈനസ് എഫ് ബിലോങ്സ് ടു ലീനിയർ മാപ്പിംഗ് ഫ്രം വി ടു ഡബ്ല്യൂ സച്ച് ദാറ്റ് എഫ് പ്ലസ് മൈനസ് എഫ് ഈക്വൽ ടു ദ സീറോ ഫംഗ്ഷൻ. അങ്ങനെ തന്നെ എഴുതി പോവുക. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്നല്ല, ഈ പറഞ്ഞ രീതിയിൽ തന്നെ എഴുതി പോവുക. ഓക്കെ, ഇതേപോലെ ബാക്കിയെല്ലാം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം വെരിഫൈ ചെയ്യാം. അടുത്തതായിട്ട് നെക്സ്റ്റ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ലാംഡ പ്ലസ് മ്യൂ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം. ലാംഡ പ്ലസ് മ്യൂ, വി ചൂസ് ടു സ്കെലാർസ് ലാംഡ മ്യൂ. സോ ലാംഡ പ്ലസ് മ്യൂ ഇൻറ്റു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും ലാംഡ എഫ് പ്ലസ് മ്യൂ എഫ് എന്ന് പറയുന്ന ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണെന്ന് കാണിക്കണം. അത് ഈക്വൽ ആണെന്ന് കാണിക്കുന്നത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലാംഡ പ്ലസ് മ്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സും ലാംഡ എഫ് പ്ലസ് മ്യൂ എഫ് ഓഫ് എക്സും ഈക്വൽ ആണെന്ന് കാണിക്കണം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് വി. അപ്പോൾ ഇത് ഈക്വൽ ആണെന്ന് കാണിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ രണ്ട് ഈക്വൽ ആണെന്ന് കാണിക്കണം. സോ വി കൺസിഡർ ദിസ് ലാംഡ പ്ലസ് മ്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുക. ദെൻ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ലാംഡ എഫ് ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ്. സോ ബൈ ദിസ് ഡെഫിനിഷൻ ദിസ് ബിക്കം ലാംഡ പ്ലസ് മ്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. ലാംഡ പ്ലസ് മ്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതും, റൈറ്റ്? ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു lambda plus mu into f of x, and that is equal to lambda into f of x plus mu into f of x എന്ന് വരും. That is equal to lambda into f of x plus mu into f of x. That is equal to lambda into f of x നമുക്ക് ഇങ്ങനെ എഴുതാം. By this that is equal to lambda f of x mu into f of x എന്ന് എഴുതാം. mu f of x എന്ന് എഴുതാം. So this is equal to lambda f plus mu f of x എന്ന് വരും. So we get lambda plus mu into f of x is same as lambda f plus mu f of x for all x element of v. Therefore we get these two functions are equal. ആ രീതിയിൽ വേണം പ്രൂവ് ചെയ്യാൻ. ഓക്കെ, എഴുതാനായിട്ടും. ഓക്കെ, അതേപോലെ തന്നെ അടുത്തത് നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ലാംഡ ഇൻറ്റു എഫ് പ്ലസ് ജി എന്ന് പറയുന്നതും എന്താണെന്ന് കാണിക്കണം. ഈ സെയിം ആസ് ലാംഡ എഫ് പ്ലസ് ലാംഡ ജി എന്ന് കാണിക്കണം. അതും ഇതേ രീതിയിൽ തന്നെ വേണം പ്രൂവ് ചെയ്യാം. ദെൻ അടുത്ത പ്രോപ്പർട്ടി ലാംഡ മ്യൂ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് ഈ സെയിം ആസ് ലാംഡ ഇൻറ്റു മ്യൂ എഫ്. അതും ഈക്വൽ ആണെന്ന്, ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണെന്ന് കാണിക്കണം. അതും ഇതേ രീതിയിൽ വേണം പ്രൂവ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് 1 ഇൻറ്റു എഫ് എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് കാണിക്കണം. അതും ഈ പറഞ്ഞ രീതിയിൽ എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ വെരിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ 10 പ്രോപ്പർട്ടീസും വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക, അത് എഴുതി തന്നെ പോവുക. അത് വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ.